തീരദേശ മേഖല ഇനിയും പലവിധ പദ്ധതി വേണം. പട്ടികജാതി രംഗത്തും പല കാര്യങ്ങൾ തുടരുക വേണം. പൊന്നാനി നഗരസഭയിൽ ഹാട്രിക് വിജയം ഉറപ്പിക്കാൻ LDF. പൊന്നാനി മുനിസിപ്പൽ റാലി സംഘടിപ്പിച്ചു. വണ്ടിപ്പേട്ടയിൽ നിന്ന് 53 LDF സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അണിനിരന്ന് പൊന്നാനിയെ ഇളക്കിമറിച്ച് നടന്ന പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. കേരള ചരിത്രത്തിലെ സുവർണകാലം എന്ന ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കാലത്തെ വിശേഷിപ്പിക്കാനാവുമെങ്കിൽ നിസ്സംശയം പറയാം, അത് 2016 മുതൽ ഒരു ദശാബ്ദമായിരുന്നു കേരളത്തിൻ്റെ സുവർണകാലം. അത്രമേൽ നമ്മുടെ നാട്ടിൽ മഹത്തായ മാറ്റം, വളർച്ച യാഥാർത്ഥ്യമായ ഒരു കാലമാണ് ഇത്. ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനാവും, കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുമുണ്ടാവും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ലൈറ്റൊക്കെ ഇത് ചിലപ്പോൾ ജനറേറ്റർ ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിനപ്പുറത്ത് കടകളിലെല്ലാം വൈദ്യുത ദീപങ്ങൾ കത്തി നിൽക്കുകയാണ്. കേരളത്തിലിപ്പോൾ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ല. ഉപയോഗമില്ലാത്ത വാക്കുകൾ ഭാഷയിൽ നിന്ന് ഇല്ലാതെയാണ്. അങ്ങനെ ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് പവർ കട്ട്. രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവരുണ്ടാവാം, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരുണ്ടാവാം, ഇവിടെ തന്നെ എല്ലാ പാർട്ടിയിലും പെട്ടവരില്ലേ. പക്ഷെ അക്കാരണം കൊണ്ട് നാട്ടിലുണ്ടായ നല്ല മാറ്റങ്ങൾ സ്വീകരിക്കാതിരിക്കില്ല ആരും. ഇപ്പൊ കോൺഗ്രസുകാരനായി എന്നതുകൊണ്ട് പൊന്നാനിയിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ സ്നേഹിതൻ ഞങ്ങളുടെ നേതാക്കന്മാർ ഭരിച്ച കാലത്തേതുപോലെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും തിരിച്ചു വരണം എന്ന് പറയൂ? ഒരു സാധ്യതയുമില്ല. കേരളം ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു തുരുത്തായി മാറിയെന്നും ലോകത്തെ സന്ദർശകർ കാണാൻ കൊതിക്കുന്ന വിസ്മയിപ്പിക്കുന്ന നാടായി കേരളം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്ത മേഖലകളിലും നമ്മുടെ നാട് ഒന്നാമതായി. ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറഞ്ഞ നാടാണ് കേരളം. ദേശീയപാതയും വാട്ടർ മെട്രോയും ഉൾപ്പെടെ നാടിന്റെ മുഖച്ഛായ മാറ്റിയ പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. LDF മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. മുൻ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ, LDF നേതാക്കളായ അഡ്വക്കേറ്റ് PK കലീമുദ്ദീൻ, CP മുഹമ്മദ് കുഞ്ഞി, KK ബാബു, OO ഷംസു, ശിവദാസ് ആറ്റുപുറം, AK ജബ്ബാർ, P. ഇന്ദിര, UK അബൂബക്കർ, ബിന്ദു സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. രജി ഷൂപ്പാല സ്വാഗതവും പറഞ്ഞു.